പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോടൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ദേവയാനി കാണുകയും അതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ കരുതിയിട്ട് ദേവയാനി നയനും കൂടെ വീട് വിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് രണ്ടുപേരും കൂടെ വീട് വിട്ടിറങ്ങുകയാണ്. ആ സമയത്ത് ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, അല്ല ഞാൻ ഈ വീട് വിട്ട് പോകാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ബാഗും എടുത്ത് നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ നീ നയനയെ കുറ്റം പറയുന്നതും നയനയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നാണോ പറയുന്നത്? എന്തായാലും ആരൊക്കെ കൈവെടിഞ്ഞാലും ഞാൻ നയനയെ ഒരിക്കലും കൈവെടിയില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് എനിക്ക് കരൾ തന്ന് മോള് അത്രയും വലിയൊരു ത്യാഗം ചെയ്തത് നിങ്ങളൊക്കെ മറന്നുപോയോ? നിങ്ങളൊക്കെ മറന്നാലും അതെനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയന ത്യാഗം ചെയ്തു എന്നുള്ളതും അമ്മയെ സഹായിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അമ്മയും മരുമകളും ഒന്നായത് എന്നോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആ ഒരു തെറ്റ് മറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോള് മുമ്പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കൊണ്ട് മോളെ ഇനി ശകാരിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒന്നും ശരിയല്ല ആദർശ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ദേവയാനി ആ പടിയിറങ്ങുകയാണ്. ആ സമയത്ത് ആദർശിന് വല്ലാതെ സങ്കടം തോന്നിയിട്ട് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അതൊന്നും പ്രകടമാക്കുന്നില്ല. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ഓക്കെ, ഞാനിപ്പോൾ നയനയെ ബുദ്ധിമുട്ടിക്കുന്നതും നയനയോട് ശകാരിച്ച് സംസാരിക്കുന്നതൊക്കെയാണല്ലോ അമ്മയുടെ പ്രശ്നം. ഇനി അതുണ്ടാവില്ല. ഇനി അതുണ്ടാവാതിരുന്നാൽ പോരെ. അമ്മയും നയനയും കൂട്ടി അകത്തോട്ട് കയറിപ്പോ എന്നൊക്കെ പറയുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ജലജയും ജാനകിയും അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല എന്താ ഇവിടെ, എന്താ ഒരു ബഹളം, ഇതെന്താ ബാഗൊക്കെ എടുത്തിട്ട് രണ്ടാളും എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ ഒരു യാത്ര പോവാൻ ഇറങ്ങിയതാണ് എന്ന് ആദർശ് പറയുകയാണ്. ആ സമയത്ത് ഇവരുടെ മുഖത്ത് എന്തൊക്കെയോ സങ്കടമുണ്ടല്ലോ, എന്തൊക്കെയോ ഞങ്ങളിൽ നിന്നും മറക്കുന്നുണ്ടല്ലോ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ജലജയും ജാനകിയും. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തിയുടെയും നയനയുടെയും മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ, ബാഗ് എടുത്ത് പോകുന്നത് കണ്ടിട്ട് എന്താ ആദർശ് ആട്ടിയിറക്കിയതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആട്ടിയിറക്കാനോ, എന്തൊക്കെയായി നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാനോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആ സമയത്ത് ജലജയും ജാനകിയും ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നവും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവർക്ക് ഇവരുടെ മുഖമൊക്കെ കണ്ടിട്ട് വല്ലാത്ത സംശയമുണ്ടായിരുന്നു. അങ്ങനെ ജലജ പറയുന്നുണ്ട്, എന്തായാലും ആദർശ് നിൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആകെ എന്തൊക്കെയോ കള്ള ലക്ഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് നയനയുടെയും അമ്മയുടെയും മുഖത്തോട്ട് നോക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ അതിന് മറുപടി നൽകിയിരുന്നില്ല. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്, അല്ലെങ്കിലും കള്ളത്തരം ചെയ്യുന്നവർക്ക് അങ്ങനെ പലതും തോന്നും, അല്ലാതെ ഇവിടെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, ഇനി നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ ജലജ ജാനകിയോട് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, അല്ല ഈ ഏട്ടത്തിക്കും മോനും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മരുമകളെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മുടെ കഥ തീർന്നു, അതിനൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ അവർ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഒരിക്കലും ഏട്ടത്തി അവളെ അംഗീകരിക്കില്ല. അംഗീകരിക്കാൻ മാത്രം എന്ത് ത്യാഗമാണ് അവൾ ചെയ്തിട്ടുള്ളത്? കരൾ കൊടുക്കേണ്ട സമയത്തൊന്നും അവൾ കൊടുത്ത് സഹായിച്ചിട്ടില്ലല്ലോ, മറ്റൊരു പെൺകുട്ടിയല്ലേ അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിന് ചാൻസ് ഇല്ല. പിന്നെ എന്തോ ഒരു ആദർശം തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകും, അതായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ല രണ്ടുപേരും എന്തിനാ ഈ ബാഗും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? രണ്ടുപേരും ബാഗ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, നിങ്ങളൊരു യാത്ര പോകാനിരിക്കുകയാണെന്നല്ലേ പറഞ്ഞിരുന്നത്, പക്ഷേ എന്തിനാ നയനയുടെയും കയ്യിൽ ഒരു ബാഗ് കണ്ടിട്ടുണ്ടല്ലോ, രണ്ടുപേരും കൂടെയാണോ യാത്രയ്ക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, രണ്ടുപേരല്ല, അവളെന്നെ കാറിൽ യാത്രയാക്കാൻ എൻ്റെ ബാഗ് എടുത്ത് വന്നതാണ്, രണ്ട് ബാഗും എടുത്ത് എനിക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ആദർശ് പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേറെ ഒന്നും അതിന് മറുപടി പറയുന്നില്ല. പിന്നീട് ആദർശ് പറയുന്നുണ്ട്, അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ യാത്ര നടക്കില്ല എന്നുള്ളത്, അവിടെ ആകെ പ്രശ്നമാണ് നിങ്ങൾ പോകാമെന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുകൊണ്ട് നിങ്ങൾ ഈ യാത്ര തൽക്കാലം നിർത്തിവെക്കണം, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പോവുകയാണ്. ആ സമയത്ത് ദേവയാനി പതുക്കെ നയനയുടെ ചെവിയിൽ പറയുന്നുണ്ട്, വാ മോളെ നമുക്ക് അകത്തോട്ട് കയറി പോകാം, ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാകും, അത് ചുഴന്നെടുക്കാനാണ് രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും ദേവയാനിയും അകത്തോട്ട് കയറി പോവുകയാണ്.
അങ്ങനെ ആ സമയത്ത് ജലജയ്ക്കും ജാനകിയുമാണെങ്കിൽ വളരെയധികം സംശയം തോന്നുകയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, നമ്മോട് എന്തൊക്കെയോ മറച്ച് പിടിക്കുന്നുണ്ട്, എന്തായാലും ആ കള്ളത്തരം ഞാൻ പിടിച്ചിരിക്കും. ഇനി അമ്മായിയമ്മയും മരുമകളും സ്നേഹിച്ച് തുടങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോൾ ഇത് കേട്ടിട്ട് ജാനകി പറയുന്നുണ്ട്, അങ്ങനെയായിരുന്നാൽ പിന്നെ എൻ്റെ മരുമകളുടെ കാര്യം പോക്കാം, അവൾക്ക് പിന്നെ ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നയനയെ വെറുക്കുന്നത് കൊണ്ടാണ് അവൾക്കൊരു സ്ഥാനം ഈ വീട്ടിൽ കിട്ടുന്നത്, അത് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ തീർത്ത് പറയുകയാണ്. അങ്ങനെ അവരുടെ കള്ളത്തരം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ്, അവർ കണ്ടുപിടിക്കോ എന്നുള്ളതൊക്കെ വരും എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.